ഇശലേ ഇശലേ കഴിഞ്ഞില്ലേ? അയ്യപ്പം ഇശല ഇതാ സ്കൂളിൽ പോകാൻ നിൽക്കുക. അപ്പോൾ അവൾക്ക് എന്തിനോ പൈസക്ക് ആവശ്യമുണ്ട്. എന്തോ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും കൊടുക്കണം പറഞ്ഞിട്ട് ഇന്നലെ പറയാൻ നമുക്ക് തന്നെ മേടിച്ചു കൊടുക്കാം. അതിപ്പോൾ പെട്ടെന്ന് വെച്ച് പറഞ്ഞിട്ട് എടുത്ത കടകളൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ ബസ്സിൽ കയറി പോകട്ടാ. അപ്പോൾ അങ്ങനെയും കൊടുക്കാൻ പറ്റൂല. അപ്പം ഞാൻ അവളോട് പറയുക ചെന്ന് തൽക്കാലം ബസ് താണ്ടി മേടിച്ചെടുക്കുമെന്ന് അറിയില്ല, ചോദിച്ചു നോക്കുമെന്ന് പറയാം. ഇനി ബസ് ഇറങ്ങിയിട്ടേ നിർത്തിയിട്ട് വാങ്ങി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. ഇങ്ങനെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും മേടിച്ചെടുക്കാമെന്ന് ഒരുപാട് കുട്ടികൾ 45 കുട്ടികളായിട്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവളെ ബർത്ത്ഡേ ഈ മാസം തന്നെ കേട്ടാ. പിന്നെ ഇവളെ ബർത്ത്ഡേക്ക് നമ്മൾ മിഠായി കൊടുക്കും സ്കൂളിൽ. മിഠായി ഇങ്ങനെ അലൗഡ് അല്ല. പക്ഷെ എന്നാലും എന്താണോ പറ്റണത് എന്താ വെച്ചാൽ കൊടുക്കണം. എന്തെങ്കിലും ബുക്കൊക്കെ സാറ് കൊടുക്കാൻ പറയും. പക്ഷെ കുട്ടികൾക്ക് ഇപ്പോൾ വലിയ ഇതുണ്ടാവില്ലല്ലോ. കുട്ടികൾക്ക് മിഠായി അല്ലേ ഈ കറി ഇഷ്ടം. ഇശല് വായോ. അവളെ ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ്. ഇപ്പം നേരത്തെയാണ് ഇന്ന് കുറച്ച് നേരത്തെ മാറ്റലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇനിയും ടൈമുണ്ട്, 3/4 മണിക്കൂറുള്ളൂ. അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. വേഗം വാ 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 വാ. ഇന്നോട്ട് എത്രയും എടുത്ത് ചേട്ടാ ഞാൻ എങ്ങനെ ഇതാക്കി നടക്കണ്ട, കളയണ്ട. ഇന്നലെ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കായിരുന്നു. എന്താണ് നമ്മൾ ആരെക്കൊണ്ടേലും വായിപ്പിക്കായിരുന്നു. ഇനി ഇതാക്ക് മാർക്ക് ഇടുന്നപ്പോൾ മുടിയൊക്കെ കേടരൂല്ലേ? കെടുക്കല പിന്നെ ക്ലിപ്പ് പൊട്ടിയിട്ടില്ലേ? അതിങ്ങനെ അമർന്നതാണ്. പിന്നെ മുടി വാർന്നിട്ട് ആരെയും കെടുക്കുവോ? എന്നാ ജലദോഷം എല്ലാവർക്കും ഉണ്ട്. ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെയാണ്. പനിയും ജലദോഷമൊക്കെ അല്ല എനിക്കൊക്കെ. സൗണ്ട് ഇപ്പോഴും ഇങ്ങോട്ട് റെഡി ആവണില്ല സൗണ്ട്. ഇങ്ങോട്ടേക്ക് എന്താ അവിടെ വിട്ടു വയ്ക്കണേ? വായോ 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 വായോ. ഇങ്ങോട്ട് നിൽക്കൂ, ഇങ്ങോട്ട് നിൽക്കും. പോകാൻ ടൈമായിട്ടില്ല. എൻ്റെ കാല് നന്നായിപ്പോയി. പറ എന്നിട്ട് പറയും. ക്യാമറയിൽ എന്തെങ്കിലും പറയാം, അപ്ലോഡ് ചെയ്യും. ഇശലിൻ്റെ മാറ്റൽ കഴിഞ്ഞിട്ട് ഇശല് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ വേഗം മാറ്റിയിട്ട് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ആകെ ചടക്കും. അപ്പം ഞാനിങ്ങനെ ബസ്സിൻ്റെ സമയം പോകണ്ട വെച്ചിട്ട് വേഗം മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് തിരക്ക് കിട്ടും. കാരണം ബസ്സിന് അല്ലെങ്കിൽ ഒരു ഓട്ടമാണ് ഞങ്ങളിവിടെ. PTC ഓടണം വായിക്കില്ലേ. നിലത്ത് കാലത്താതെ ഒരു ഓട്ടം ഉണ്ടാവും. ബസ് പോയാൽ വീണ്ടും ഞാൻ കൊണ്ടാക്കി കൊടുക്കണ്ട. അപ്പോൾ കുറച്ച് ലോങ് ഉണ്ട്. പിന്നെ വേറെ മുള്ളയും ബസ്സിനൊക്കെ കയറി കൊണ്ടാക്കണം. അപ്പോൾ അത് കാരണം ബസ് മിസ്സാവരുത്, അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിന് പോവാതിരിക്കേണ്ടി വരും. അപ്പോൾ അത് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പോൾ കുറച്ച് മുന്നേ മാറ്റി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. കറക്റ്റ് 10 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങൽ. അപ്പോൾ അതിലിങ്ങനെ ചടച്ചിരിക്കുകയാണ് അവൾ. എന്നാണെങ്കിൽ നല്ല നേരത്തെ, കാരണം ഓള് പോയിട്ട് ഞാൻ ബാക്കി പണിയും തുടങ്ങട്ടാ. എൻ്റെ ഇടയിൽ കൂടെ ചെയ്താൽ പകുതി ഇട്ട് കണ്ട് ഓടേണ്ടി വരും. നമ്മൾ കൊണ്ടാക്കി കൊടുക്കട്ടോ ബസ്സിൻ്റെ സ്ഥലത്തൊക്കെ. എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പൊന്തൊക്കെയാണ്, കാടും ഇതൊക്കെ ആയിട്ട് എൻ്റെ ഇടയിൽ കൂടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. വിളിക്കാനും തന്നെ പോക്കാണ്. ഞാനില്ലെങ്കിൽ ഇടത്തി പോവും, അല്ലാതെ ആരെങ്കിലും ഒറ്റക്കൊന്നും ആക്കലില്ല. ശരി ഇങ്ങോട്ട് നോക്കിക്കാ. ഇന്ന് ഓളെന്നെ കേട്ടോ മുടിയൊക്കെ വാർന്നിട്ടുള്ള. അപ്പോൾ മുടി ഒരു സൈഡൊക്കെ തൂക്കി. ഇന്നത്തെ മോഡൽ അങ്ങനെയാണ് അല്ലേ? മുടി മുഴുവൻ ഒരു സൈഡൊക്കെ തൂക്കിയിട്ട് അവിടെ വേറെ മോഡൽ, ഇവിടെ വേറെ മോഡൽ. ഇത് അവളെ ഇഷ്ടത്തിന് ചെയ്യുന്നേട്ടാ. എനിക്കിന്ന് ടൈം ഉണ്ടായില്ല കുത്തി കൊടുക്കാൻ. ഞാൻ മരിച്ചെന്നെ ചെയ്തു വിടുമെന്ന് പറഞ്ഞ്. ഓരോ സമയത്ത് ഓരോന്നാണ്. ഇനിയിപ്പോൾ അതിന്മേൽ കളിക്കണ്ട, കുഴപ്പമില്ലല്ലോ അതിന്. അതാ ക്രാബ് ഇങ്ങനെ ലൂസായിട്ടേ. ഇപ്പം രസമുണ്ട്. ഒന്നാമത്തെ കാര്യം ജലദോഷം പിടിച്ചിട്ട് വലിയൊരിതില്ല. ഞങ്ങൾക്കൊരു അറബി ഗാനുണ്ട്, സംഘഗാനം വേറെ സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പം അതിലുണ്ടായിട്ട് ഓള് സൗണ്ട് ഇങ്ങോട്ട് റെഡി ആവാനായിട്ടാണ് അവളെ വിഷമം. വേറെ മാഷും പറഞ്ഞാൽ സൗണ്ട് റെഡി ആക്കണോ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടേ നിൽക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പണിയില്ലാതെ ഇരിക്കണ നോക്കണ്ട കേട്ടോ. പണിയൊക്കെ കുറേ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കണതാണ് പേർക്കൊരു പണിയില്ലാതെ അങ്ങനെ ഇരിക്കണേക്ക് എല്ലാവർക്കും തോന്നും. ശനി ചോറ് വെക്കണം, പണികളൊക്കെ ഉണ്ട്. ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അമ്മ ഇപ്പോൾ ഒന്ന് പോയി. അമ്മക്കൊരു പരിപാടി ഉണ്ട്. അപ്പം അമ്മ അവിടെ നിന്ന് പോയി. ഇനി വരും, ഉച്ച കഴിഞ്ഞിട്ട് വരും അമ്മ. എന്തായാലും അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി വീഡിയോ ഇടണം വിചാരിച്ച് നടക്കണില്ല, ഓരോ കാര്യങ്ങളായിട്ട്. വീഡിയോ എങ്ങനെ വിചാരിച്ചാലും പറ്റുന്ന. അപ്പോൾ ഒരു അസുഖമൊന്നും ഇല്ലാതെ ഇപ്പം എന്തെങ്കിലും അസുഖം വരുമോ.
ഇപ്പോൾ പനി വന്നിട്ട് കുറേ ദിവസം മൂക്ക് വന്ന് കയ്യിരിക്കാൻ തോന്നുന്നില്ല ചൊറിഞ്ഞിട്ട് നല്ല അസ്വസ്ഥത തലക്കോ അതുണ്ട്. പിന്നെ ഞാൻ കാണിക്കൂല കേട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും പനിയെന്ന് വെച്ചാൽ കാണിക്കൂല, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നല്ല പനി കൂടുതലായിട്ട് കിടപ്പിലാണ് അവസ്ഥ നല്ല കാണിക്കുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം മരുന്നുണ്ടെങ്കിൽ കുടിക്കും അങ്ങനെയൊക്കെ. എന്നിട്ട് ഈശ്വല വാ, ഓളവിടെ അങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നീ പോയിട്ട് പറ്റണ പിന്നെ റൈസ് കുക്കർ ഉണ്ട് കേട്ടോ, ചോറൊക്കെ അതിലാണ്ട് വെക്കും. അപ്പോൾ പിന്നെ വലിയ ഭാരമില്ല. പിന്നെ കൂട്ടാനാണ് എന്തെങ്കിലും, ഇന്ന് ചെമ്മീനാണ്, അപ്പോൾ ഇനി ചെമ്മീൻ തൊലിക്കണം. വലുതൊന്നല്ല കേട്ടോ, ഒരുവിധം ചെറുതാണ്, അപ്പോഴാണ് ഒരു ഇത് മടിയാവുന്നത്. വലുതാണ് പെട്ടെന്ന് കഴിയുമല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താണ്, സൗണ്ട് ഉണ്ടോയെന്ന് അറിയില്ലല്ലേ. ഒന്നാമത്തെ കാര്യം നല്ല ഒച്ചത്തിൽ സംസാരിക്കാനുള്ളൊരു ആംബിയർ എനിക്കില്ല ഇപ്പോൾ. പിന്നെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കല്ലോ. പിന്നെ വോയിസ് കൊടുക്കണ എപ്പോഴും പറ്റൂല, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മാത്രമേ വോയിസ് കൊടുക്കാതെ വീഡിയോ എടുക്കുള്ളൂ, അപ്പോഴേ അങ്ങനെ ഇടാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് അങ്ങനെ പറ്റൂല. അതെ, സൗണ്ട് കേൾക്കണ ആരും തേങ്ങ ഇടണ്ട. പോകുമ്പോൾ ടൈമായിട്ടില്ല, എന്നൊന്ന് പോയേക്കാൻ മറ്റേ ഫോണിൻ്റെ സമയം എത്ര അതിന് അമ്മച്ചി ഫോണിൽ നോക്കണമെങ്കിൽ 9:30 ആടി അത്ര ആയിട്ടുള്ളൂ. 9:30 ആ പഠിച്ചോ, നിങ്ങളുടെ എടുത്തോണ്ട് ബുക്ക് അവിടെ നിന്ന് പോയി പഠിക്കാം. അറബി തന്നെ ആവണം കേട്ടോ, മറ്റേതല്ല കേട്ടാ പാട്ട്. അത് വേണ്ട, അത് വല്ല കുഴപ്പമില്ല കേട്ടോ, അറബിൻ്റെതാണ്. ചിലപ്പോൾ എന്ന് ചോദിച്ചാൽ ഇന്ന് ഓൾക്ക് അറബി ഗാനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ഓൾക്കാണെങ്കിൽ സൗണ്ട് പോയിട്ട്, ഓൾക്ക് നല്ല കേട്ടോ, വേറെ കുട്ടികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞത്, സൗണ്ട് പോയിട്ട് ക്ലിയർ ആവണില്ല. അപ്പം അതെന്താണെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ എടുക്കാണ്ടുകൊണ്ടൊക്കെ നോക്കണത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാട്ടോ. ഒരു നീല് കണ്ടപ്പോൾ പേരത്തി ഇറങ്ങിയോന്ന് വിചാരിച്ച്, ഓളതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ എന്നിട്ട് എല്ലാവരെയും പാടെന്താ വീഡിയോ അപ്ലോഡ് ചെയ്യണം. സൗണ്ട് കുറവായിട്ടാണ് പ്രശ്നം. ഇനി മൈക്കൊക്കെ സെറ്റാക്കണം കേട്ടോ, കുറച്ച് ചെയ്യട്ടെ. അപ്പം ഞാൻ മേടിക്കണില്ല, ഇപ്പം അങ്ങനെ പോട്ടെ. റീച്ച് വരുന്നുണ്ടെങ്കിൽ മേടിക്കും. അങ്ങനെ ഇശൽ വായോ, ഇശലൂ വളരെ മോളേന്ന് വിളിക്കൽ കേട്ടോ, മോളൂന്ന് വിളിക്കും, ഇശലിന്ന് വിളിക്കും. എല്ലാവരും പുറത്തുള്ളവർക്ക് ഇശൽ വിളിച്ചപ്പോൾ ഞാനും അങ്ങനെ ആദ്യം മോളൂന്നേ വിളിക്കുള്ളായിരുന്നു. എന്നിട്ട് മോളൂന്ന് വിളിക്കണ അവൾക്ക് ഇഷ്ടമല്ല, മോളൂന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കൂല, അങ്ങനെയൊക്കെ ഉണ്ട് അവൾക്ക്. അങ്ങനെ ഇത് പറയും, മോളൂന്ന് വിളിക്കണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇശലിന്ന് വിളിക്കും. ഞാൻ ഇഷാന്ന് വിളിക്കല്ലേ, ഷെല്ലൂന്ന് വിളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഷെല്ലൂന്ന് വിളിക്കണോ ഇഷ്ടമല്ല, അത് ഓളെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, ഓളെ ഷെല്ലൂന്ന് വിളിക്കുക. അപ്പോൾ അത് കാരണം അത് ഇഷ്ടമല്ല എന്നാണ്. ഇഷാന്ന് വിളിക്കണം അതും ഇഷ്ടമില്ല. ഞാനൊക്കെ ചിലപ്പോൾ ഇഷാന്ന് വിളിക്കൽ. പിന്നെ എല്ലാവരും പലർക്കും പല പേരാട്ടാ, അവളെ മോളൊന്നും വിളിക്കും, അങ്ങനെയൊന്നുമില്ല. ശിഷ്യൻ നല്ല വല്ലാത്തൊരു പേരായിപ്പോയി, മാറ്റാൻ പറ്റൂലല്ലോ, എല്ലാത്തിലും ചേർത്തില്ല. അപ്പം അങ്ങനെ പിന്നെതാ ഇങ്ങനെ വെയിറ്റിങ്ങിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ലൈവിൽ വന്ന് നോക്കിയപ്പോൾ ആരും ഇല്ല കേട്ടോ, അപ്പോൾ കാരണം ലൈവ് ഞാൻ ഇട്ടില്ല. ലൈവിൽ ഇങ്ങനെ കയറി നോക്കിയിരുന്നു, ആരും ഇല്ലാത്ത കാരണം ലൈവ് വേണ്ടെന്ന് വെച്ച്. ഓളവിടെ പോയി പാട്ട് പഠിക്കാറുണ്ട്, എന്നോട് അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഓൾക്ക് നാണം വരും എന്ന് പറഞ്ഞാൽ കേട്ടാലെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും അങ്ങനെ ടീച്ചർമാർ മുന്നിൽ എങ്ങനെ പാടുമെന്ന് ചോദിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല, പക്ഷെ ഇമ്മ പോണതാണ് പ്രശ്നം എന്ന് പറയും. ഞാൻ മെല്ലെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടാ, അവിടെ വെറുതെ നീര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് പോയി നോക്കട്ടെ എന്താ അവിടെ നിന്നുള്ളത്. ആയി മുടിയൊക്കെ കേടയൂലേ, കിടന്നുരുണ്ടിട്ട്. നോക്കട്ടെ, നല്ല ഒറ്റക്ക് പാടിക്കാം, ഞാനൊന്ന് കേക്കട്ടോ. ഒന്ന് ഞാൻ കേൾക്കട്ടെ, ഞാൻ പോയി പാട്ട് കാണിച്ചു തന്നിട്ട് കാര്യമില്ല. ഒന്ന് പാടി ഒരു ഫസ്റ്റ് വരി മാത്രം, ഫസ്റ്റ് വരി ഉമ്മച്ച് കേൾക്കാൻ കൂടിയായിട്ടല്ലേ, ഫസ്റ്റത്തെ വരി മാത്രം. നല്ല മോളല്ലേ, ഫസ്റ്റത്തെ വരി മാത്രം ഒന്ന് പാടിക്കാട്ടെ. പാടിത്തരുന്ന് വിചാരിച്ചില്ലേ, എന്താ കാട്ടില്ല, പോയിക്കോളാം, ഞാൻ പോയിക്കോളാം. മുടി കേടെടുത്തല്ലേ, കിടന്നിട്ട് മുടി കേടെടുത്തല്ലേ, ഞാൻ വിട്ടോളാം.